വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ താത്തായുടെ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഡിസംബർ 25. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു സർപ്രൈസായിട്ട് ഫണ്ണി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ഗിഫ്റ്റ് കേട്ടോ. ഇത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. എന്താ പറയുക, വലിയ കാര്യമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമല്ല, ചെറിയ ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റ്. ഞങ്ങളെല്ലാവരും കൂടി താത്താടെ മക്കൾ, എൻ്റെ അനിയത്തിയും പിന്നെ ഞാനും പിള്ളേരെല്ലാവരും കൂടിയിട്ട് സെറ്റ് ചെയ്ത ഒരു ഫണ്ണി ഗിഫ്റ്റാണ് കേട്ടോ. അതിൽ ഫുൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം അങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. അത്രയുള്ള ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ, കാര്യമായിട്ടുള്ളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ 4 ആളും കൂടെ പൊതിയാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ പൊതിഞ്ഞ് ശീലമൊന്നുമില്ല, 4 ആളും കൂടി എങ്ങനെയൊക്കെയോ പൊതിയുണ്ട്. പൊതിഞ്ഞ് ഒരുവിധമാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 ആൾക്ക് മാത്രമേ ഈ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യം അറിയുള്ളൂ കേട്ടോ. വേറെ പിള്ളേരുണ്ട്, അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സർപ്രൈസ് എല്ലാം കൊള്ളാവും. അപ്പോൾ ആരോടും പറഞ്ഞില്ല, ഞങ്ങൾ 4 ആളും മാത്രം. പിള്ളേരെല്ലാവരും ഫോണും TV ഒക്കെ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും മേലെ കയറിയിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് നൈസായിട്ട് വേറൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ രാത്രി 11:50 ആകുമ്പോഴാണ് ഈ ഗിഫ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ബാക്കി പിള്ളേർ സർപ്രൈസ് ഗിഫ്റ്റ് കാണും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ മുത്തോ ഇതിൻ്റെ ഉള്ളിൽ, എന്ത് സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ദോയും ചോദിക്കുന്നുണ്ട്, എന്തും വെച്ച് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, നമുക്ക് മൂത്തോന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം, അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ത്രില്ലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരങ്ങനെ പിടിച്ച് നിർത്തിക്കാനായിട്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്താണ് അതിൻ്റെ ഉള്ളിലില്ല എന്നുള്ളത്. പക്ഷേ ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ഗിഫ്റ്റൊന്നുമല്ല, നമ്മൾ സർപ്രൈസായിട്ട് ഫണ്ണിയായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റാണ്, അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ എന്തായിരിക്കും അത് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഒരാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ബാക്കി എല്ലാവരും 11 മണിയായിട്ട് ഒരാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉറങ്ങാതെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാണ്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 11:57 ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മേലെ നിന്ന് പതിയെ ഈ പൂച്ച പമ്മി പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും പതിയെ പമ്മി വന്ന് ഞങ്ങൾ ഒരു കറക്റ്റ് 12 മണിയായപ്പോൾ ഞങ്ങൾ ഡോറിൽ മുട്ടിയപ്പോൾ ഫസ്റ്റ് ടൈം ഡോർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അളിയൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അളിയനാണ് സർപ്രൈസ് കൊടുത്തത് ആൾക്ക്. അപ്പം ഞങ്ങളാണ് സെക്കൻഡാണ് കൊടുത്തത്. അപ്പോൾ അവർ ഡോർ തുറക്കാനൊന്ന് 2 മിനിറ്റ് ലേറ്റായി. എന്നാലും പക്ഷേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോർ തുറന്ന് പിന്നെ അവൾ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ അവളെ കൊണ്ട് പൊളിപ്പിച്ചു കേട്ടോ. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഗിഫ്റ്റൊക്കെ തുറന്ന്. പിന്നെ ഫണ്ണി ആയതുകൊണ്ട് ഭയങ്കര ചിരിയായിരുന്നു, എല്ലാവരും ഭയങ്കര ചിരിച്ചിട്ട്. പിന്നെ അതിൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസും ആണല്ലോ. അപ്പോൾ ക്രിസ്മസും ആണ്, പിന്നെ അത് വെഡ്ഡിങ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് കേക്കിൻ്റെ ഒരു മേളം തന്നെ ആയിരുന്നു അവിടെ. ഞാൻ കൊടുത്ത കേക്ക് കൂടാണ്ട് ഇഷ്ടംപോലെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് കേക്കിൻ്റെ പൂരം തന്നെയായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ വേറെ ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും സബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു.